എമ്പുരാനുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടതാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. കൂട്ടായ ഉത്തരവാദിത്വമാണ് ഈ സിനിമയ്ക്ക് ആന്റണി പെരുമ്പാവൂർ പങ്കുവയ്ക്കുന്നു. അതായത് പൃഥ്വിരാജിനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല, എല്ലാവരും കൂടി ചേർന്നാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അത് മേജർ രവി അടക്കമുള്ളവരെ തള്ളുന്ന നിലപാടായിരുന്നു. എന്നാൽ സംഘപരിവാർ ഭീഷണിയെ തുടർന്നാണോ, സമ്മർദ്ദങ്ങൾക്കൊടുവിലാണോ ഈ സിനിമ റീ എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, റീസെൻസറിംഗ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന ചോദ്യത്തിന് ആ രീതിയിലായിരുന്നില്ല ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകിയത്. അതൊരു കൂട്ടായ തീരുമാനമാണ്. ആരെങ്കിലും സിനിമ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഓരോരുത്തരുമുണ്ട് എന്ന തരത്തിലുള്ള മറുപടിയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും സിനിമ റീ എഡിറ്റ് ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി റീസെൻസറിംഗ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവാദം മുഴുവൻ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, പൃഥ്വിരാജിനെതിരായ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നതിനെതിരെ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചു എന്നതാണ്. ഈ സിനിമ എന്ന് പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായതാണ്, അതൊരാളുടെ മാത്രം സൃഷ്ടിയല്ല. അതുകൊണ്ട് അതിൻ്റെ ഗുണത്തിലും ദോഷത്തിലും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, ഈ സംഘപരിവാർ ഭീഷണിയെ തുടർന്നാണോ റീസെൻസറിങ്, റീ എഡിറ്റിംഗ് നടത്തേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് ആർക്ക് വിഷമമുണ്ടായാലും അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ ചെയ്തത്. അതെ മനു, ഈ വിവാദങ്ങളുണ്ടായ ശേഷം ആദ്യമായാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പ്രതികരിക്കുന്നത്, സംസാരിക്കുന്നത്. അദ്ദേഹം അതായത് ആരോഹിക്കാൻ വേണ്ടിയല്ല ഈ സിനിമ ചെയ്തത് എന്നുള്ളതാണ്. ഈ സിനിമ പുറത്തിറങ്ങിയ ശേഷം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും, അതായത് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്ന് കൂട്ടായി എടുത്ത തീരുമാനമാണ് റീ എഡിറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് റീ എഡിറ്റ് ചെയ്ത ചിത്രം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആന്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് മേജർ രവി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, മോഹൻലാൽ അടക്കം ഈ സിനിമയെക്കുറിച്ച് മുഴുവനായി അറിഞ്ഞിരുന്നില്ല, ഇതിൻ്റെ മുഴുവൻ സീൻ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാതെയാണ് ഇങ്ങനെ ചിത്രം പുറത്തിറങ്ങിയത് എന്നൊക്കെ മേജർ രവി അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ ഈ സിനിമ പൂർണ്ണമായും കണ്ടതാണ്. ഈ ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിൽ ഓരോ സീനിനെക്കുറിച്ചും മോഹൻലാലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂട്ടായി തന്നെയാണ് ഈ ചിത്രം എടുത്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങനെ ഒരാൾക്ക് ഇളവ് എന്ന തരത്തിൽ ഇല്ല, വ്യാഖ്യാനിക്കേണ്ടതില്ല. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. പക്ഷേ ചില കോണുകളിൽ നിന്ന് ചിലർക്ക് സങ്കടമുണ്ടായി എന്നറിഞ്ഞു. അതുകൊണ്ട് കൂട്ടായി എടുത്ത തീരുമാനമാണ് റീ എഡിറ്റിംഗ് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. ഒപ്പം ഈ മുരളി ഗോപി അടക്കമുള്ളവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന കാര്യം ആന്റണി പെരുമ്പാവൂരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനമാണ് ഇങ്ങനെ റീ എഡിറ്റിംഗ് ചെയ്യുക